ദിക്ർ ചെല്ലുന്ന സമയത്തോ സുന്നികൾ ആടാറുണ്ട് അല്ലേ? ഇങ്ങനെ ആടി ദിക്റല്ലാറുണ്ട്. അതിനെ പറ്റിയിട്ട് ഡിസ്കോ ദിക്ർ നമ്മളെ മൗലവി പറയുന്നത് നോക്കി നോക്കിയാൽ തീർന്നില്ല. ഇവർക്കുണ്ട് ഒരു ആടിയിട്ടുള്ളൊരു ദിക്ർ, അതിനാ ഞാൻ ഡിസ്കോ ദിക്ർ എന്ന് പറഞ്ഞത്. ഇരുന്നാണ്ട് ജതുബളകനെ കുറെ ദിക്റുണ്ട്, ആകെ മനുഷ്യനെ അജബാക്കി കളയുന്ന ദിക്ർ. ഇത് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. അള്ളാഹുടെ റസൂലിന് പരിചയമല്ല. ഇതാ പറഞ്ഞതെന്ത്? നിങ്ങളും നിങ്ങളുടെ പിതാക്കളും കേൾക്കാത്ത ചില വർത്തമാനങ്ങളുമായിട്ട് ചില കള്ളന്മാര് രംഗത്ത് വരുമ്പോ നിങ്ങളവരെ സൂക്ഷിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോ സഹാബത്തിനോ ലാ കണ്ണ ഇല്ലല്ലാ ലാ ഐന ഇല്ലല്ലാ പരിചയമല്ല, ആടി ദിക്ർ പരിചയമല്ല, ഇല്ലല്ലോന്ന് വിളിച്ച് അലറുന്ന ദിക്ർ പരിചയമില്ല. എങ്കിൽ ഇവരുടെ തന്നെ ഹോജാക്കന്മാരുടെ ചില ആട്ട ദിക്റുകള്, പാറ്റക്കഴുങ്ങിനെ ആട്ടം പിടിച്ചില്ലോ ഒരു മുരമാരിങ്ങനെ ആടുക. കഴുങ്ങ് കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെ നീണ്ടുപോയിട്ട് ആട്ടം പിടിച്ചാണ്ട് അതിന് ആട്ടം എന്നമാതിരി ആടിയിട്ടാണ് ആകെ അങ്ങോട്ട് തകർത്താടുകയാണ് സ്റ്റേജിൽ. കേട്ടോളി നിങ്ങൾ ആ ദിക്റിന്റെ ഡിസ്കോ ദിക്റിന്റെ ചില മോഡലുകൾ കൂടി കേട്ടിട്ട്. അപ്പൊ മൂപ്പര് ആടിയിട്ട് ഇവർക്കൊരു ദിക്റുണ്ട്. ആ ആടിയ ദിക്റുണ്ടല്ലോ ഡിസ്കോ ദിക്ർ, ഇത് അല്ലാഹുവിന്റെ റസൂലിനോ സഹാബത്തിനോ പരിചയമില്ല. ആടി ദിക്റല്ലേ? എന്തിനാന്നാ ചോദിക്കണത്? നാ മൂപ്പര് വായണ്ട് പറയുമ്പോ കൈച്ചോണ്ട് ഇങ്ങനെ ആട്ടുന്നത്. ഇതെന്തിനാ ഇങ്ങനെ വെട്ടി പറഞ്ഞാൽ പോരെ? ദിക്റെല്ലാം എങ്ങനെ എങ്ങനെ കാട്ടണം? ഇതിനൊക്കെ ആവശ്യം അല്ലെ? പ്രസംഗിക്കുമ്പോ കൈ കാണിക്കേണ്ട ആവശ്യം. ആടീറ്റ് ദിക്ർ ചെല്ലുന്നതിനെ ഡിസ്കോ ദിക്ർ എന്ന് പരിഹസിക്കുന്നവരെ ചോദിക്കണ്ടേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എത്തോപ്പയിലുള്ള സഹാബത്ത് വന്ന് ആടി ദിക്ർ ചൊല്ലിയില്ലേ? മുഹമ്മദുൻ അബ്ദുഹു സാലിഹ് മുഹമ്മദുൻ ഖൈറും മാലിഹ് മുഹമ്മദുൻ അബ്ദുഹു സാലിഹ് മുഹമ്മദുൻ ഖൈറും മാലിഹ്. ഇമാം ബുഖാരിയുടെ ഉസ്താദായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയില്ലേ? എത്തോപ്യക്കാരായ സഹാബത്ത് നബി തങ്ങളുടെ മുമ്പിൽ ദിക്ർ ചൊല്ലുമ്പോ ആടിയത് ഹദീസിലില്ലേ? അതിന് ഡിസ്കോ എന്ന് പരിഹസിച്ച മൗലവിയെ ഏറ്റി നടക്കുന്നവരെ നാറിയവനെ പേറിയവൻ നാറുമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞോ ഇല്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് താബിഈകളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട തങ്ങൾ ചോദിക്കുന്നു, സിഫ്ലി അസ്ഹാബ റസൂലില്ലാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് എങ്ങനെയായിരുന്നു? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആദ്യം ഒന്ന് കരഞ്ഞു. തന്റെ സഹചാരികളായ മൺമറഞ്ഞു പോയ ആളുകൾ, ജീവിച്ചിരിക്കുന്ന സാവർത്തികരായ ആളുകൾ, ആ ആളുകളെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. ഉത്കടമായ ആഗ്രഹത്തോടുകൂടെ ചോദിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ വിശേഷിപ്പിക്കുന്നു, നേരം പുലരുന്നത് വളരെ ക്ഷീണിച്ചുകൊണ്ടാണ്. കാരണം രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അതുപോലെ അവർ പകൽ സമയത്ത് നോമ്പെടുക്കുന്നവരാണ്. ദീനീ ചിട്ടയിൽ 100% വളരുന്നവരാണ്. മാത്രമല്ല മരങ്ങൾ ആടിക്കളിക്കുന്നത് പോലെ ആടിയാടി ദിക്ർ ചൊല്ലാറുണ്ട്. ഇത് സഹാബത്ത് പഠിപ്പിച്ചതാ. പഠിപ്പിച്ചതിന് നിങ്ങൾ വേണമെങ്കിൽ ഡിസ്കോ ദിക്ർ എന്ന് പറഞ്ഞ് പരിഹസിച്ചോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിഷ്പക്ഷമതികളായ സഹോദരന്മാരെ ഇതുപോലെ പറയാൻ പാടുണ്ടോ? ആലോചിക്കുക. ആടി ദിക്റെല്ലാം പാടില്ല. പിന്നെ എന്താ പാടുള്ളത്? മിമിക്രിയൊക്കെ നടത്താം, അതിന് മത്സരം നടക്കാം. ഇയാളെന്നെ കാട്ടി നോക്കി നിങ്ങള്. മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാളെ? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാളെ? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാളെ? ഇയാള് കാണിക്കുക. എന്താ കാണിക്കുന്നത്? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാളെ? അയാൾക്ക് നേരെ നാവ് ചൊക്കില്ലേ? പിന്നെന്താ അങ്ങനെ പറയണു? ഇങ്ങനെയൊക്കെ കാട്ടാം. അതോ അത് ഹിജ്റ 300 മുമ്പ് ഉള്ളതാ.
ഏത് അജാതി തോന്നിയ സംഘാട്ടം പരിഹസിക്കലോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ മസ്തിഷ്കം മരവിച്ചിട്ടില്ലല്ലോ.